പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ഈ കേട്ട തിരുവചനത്തിലെ അവസാനത്തെ ചോദ്യം നമ്മുടെയും ഹൃദയത്തെ അല്പമൊന്ന് അസ്വസ്ഥപ്പെടുത്തട്ടെ. നമ്മുടെ ആത്മാവിന് പകരമായിട്ട് എന്തു കൊടുത്താലും തികയുകയില്ല. ഈ ആത്മാവിൻ്റെ വില തിരിച്ചറിഞ്ഞ ഈശോ സ്വന്തം ജീവനും രക്തവും അതിൻ്റെ വിലയായിട്ട് നൽകുവാനായിട്ട് തയ്യാറായി. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ധ്യാനിച്ചത് ഇതുതന്നെയാണ്. നമ്മുടെ ആത്മാവിന് വിലയായിട്ട് കർത്താവ് നൽകിയത് സ്വന്തം ഹൃദയത്തിൻ്റെ രക്തം. സങ്കീർത്തനങ്ങളിൽ 49-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നു, ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്ര ആയാലും അത് തികയുകയില്ല. നമ്മുടെ ജീവന്റെ വില കർത്താവിൻ്റെ പീഡാസഹനങ്ങളുടെ വിലയാണ്. നമുക്കും കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകവും അത് വെച്ച് നീട്ടുന്ന ജഡിക മോഹങ്ങളും നമ്മുടെ ആത്മാവിനെ ഇരുട്ടിലേക്കാണ് നയിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയുടെ പീഡാസഹനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ വളരുവാനായിട്ട് നമുക്കും കൃപയാചിക്കാം. നമ്മുടെ ആത്മാവിൻ്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ വിശുദ്ധിയുള്ളവരായി അഭിഷേകമുള്ളവരായി ജീവിക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.